അപ്പോൾ ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കൊരു ഓട്ടോ ഷോ ഉണ്ട്, അതിന് പോകണം. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ZX14R ആണ്. അപ്പോൾ ഓട്ടോ ഷോയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണാടയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഷോ ആവാം. അപ്പോൾ നമ്മൾ മെല്ലെ അങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങി കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ പെട്രോൾ തീർന്നു. പെട്രോൾ തീരാൻ കാരണം നമ്മൾ ഇന്നലെ വണ്ടി ഇത് എടുക്കൽ ഭയങ്കര കുറവാണ് ഈ വണ്ടി. കാരണം ഇത് ഒരു 10 lakhിൻ്റെ അടുത്ത് എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തേക്കുന്നതാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, കാരണം വണ്ടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫുള്ളായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇതല്ലാണ്ട് വേറെ നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ പെട്രോൾ തീർന്നത് നമ്മുടെ എന്നിട്ട് പറയുക, ഇന്നലെ വണ്ടി ബാറ്ററി ഡൗൺ ആയി, കുറേ നാളെ എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഡൗൺ ആയതുകൊണ്ട് ഇന്നലെ വണ്ടി കുറേ നേരം സ്റ്റാർട്ടാക്കിയിട്ടായിരുന്നു ചാർജ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് നമ്മൾ പമ്പിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്ന് 4 ബൈക്കാണ് നമ്മുടെ ഷോയ്ക്കുള്ളത്. അപ്പോൾ ഒന്ന് ഇത് നമ്മുടെ കയ്യിലുണ്ട് ZX14R, 2 S1000RR ഉണ്ട്, 3 ഹാർലിയുടെ 48 ഉണ്ട്, 4 കവാസാക്കി നിഞ്ച വേഴ്സസ് ഉണ്ട്. അപ്പോൾ നമ്മളവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് വണ്ടിയുടെ ലുക്ക് ഒന്ന് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എന്തായാലും വരും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. വണ്ടി വെച്ചാൽ അതൊരു എന്താ പറയുക, ഒരു മോൺസ്റ്റർ വണ്ടിയാണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല കളറും റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ഒരാൾ നോക്കാത്തായിട്ടുണ്ടായില്ല. അജ്ജാതി വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് അവർ വന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ S1000RR എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളൊരു ബാക്കിലാണ്. നമ്മൾ കുറച്ച് പടപടച്ച പോകുള്ളൂ. പക്ഷേ ഈ ഒരു റോഡായതുകൊണ്ട് നമുക്ക് ഈ വണ്ടി വെച്ച് അധികം പഠിക്കാൻ പറ്റില്ല. S1000RR കുറച്ച് ഞാൻ എടുത്ത് പോകണം കാണാം. കാരണം നമുക്ക് അതുപോലെ പോകാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ടയർ. അതിനകത്തുകൊണ്ട് വളവ് കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ശ്രദ്ധിക്കണം. പോരാത്തതിന് കട്ടറുള്ള റോഡായതുകൊണ്ട് നമ്മളിതിന് എയർ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്തുകൊണ്ട് എന്താ പറയുക, എയർ സസ്പെൻഷൻ ഭയങ്കരമായിട്ട് താന്നു പോയി. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഒന്നാമത്തെ ബാറ്ററി ഇറങ്ങിയതുകൊണ്ട് അത് പൊന്തണം ഉണ്ടായില്ല. അപ്പോൾ ഈ വീഡിയോത്ത് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്കത്. ബാറ്ററി ചാർജ് കുറവായതുകൊണ്ട് എന്താ പൊന്തണം ഉണ്ടായില്ല. കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിരുന്നു, നമ്മൾ പൊക്കി വെച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ റോഡായതുകൊണ്ട് നമുക്കത് എന്താ പറയുക, മര്യാദയ്ക്ക് പോകാനൊന്നും പറ്റില്ല. കടന്നടിക്കായിരുന്നു നൈസായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ആക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഹാർലിയുള്ളത് കവാസാക്കിയുടെ 14R എന്ന് പറയും. അല്ലല്ല, നിർമ്മല കോളേജ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ കുറേ ബസ് സ്റ്റോപ്പിൽ കുറേ പേര് നിൽക്കുന്നുണ്ട്. അവരൊക്കെ എല്ലാവരും നോക്കി കടന്നു. കറക്റ്റായിട്ട് കിട്ടിയില്ല. കാരണം വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുനിഞ്ഞ് നോടിക്കണത്തോണ്ട് GoPro കുറച്ചുകൂടി പൊക്കി വയ്ക്കണമായിരുന്നു. അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടിയാണ്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഈ റോഡൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് വലിയ രീതിയിൽ ഓടിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ എന്താ നല്ല റോഡിലേക്ക് എത്തി. ഇവിടെ നിന്ന് ജസ്റ്റ് സൗണ്ട് കേൾച്ചിട്ടുണ്ടോ? ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. മൈക്കും കാര്യങ്ങളും ഇതിൻ്റെ കറക്റ്റായിട്ട് കിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പോണതൊക്കെ കോളേജിലുള്ളവരാണ് കേട്ടോ, കാറിൽ പോണത്. അപ്പോൾ പോളക്കാരെ നമ്മുടെ സൗണ്ട് കേട്ടപ്പോൾ ആൾ നൈസായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കി ഒരു ഉഷാറാക്കാൻ നോക്കി. പക്ഷെ നമ്മൾ എന്താ പറയുക, വേഗം കയറിപ്പോയി. നമുക്ക് 8 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ വളരെ നേരത്തെ അവർ പറഞ്ഞ സമയത്ത് നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തി. പക്ഷെ അങ്ങനെ എത്താൻ പാടില്ലായിരുന്നു. കാരണം അവിടെ തുടങ്ങിയപ്പോൾ എൻ്റെ അറിവിൽ ഒരു 10 മണി. കാരണം നമ്മൾ ചെന്നപ്പോൾ ഒന്നും ആരും ഉണ്ടായില്ല. അതിനകത്തൊന്നും നല്ലൊരു എൻട്രി കിട്ടില്ല. എന്നാലും നമുക്ക് അവിടെ ചെന്ന് ക്രൗഡായപ്പോൾ നല്ലൊരു എന്താ പറയുക വീഡിയോസ് കിട്ടുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ എല്ലാവരും ഇത് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് അവിടെ എത്തണവരുള്ള വീഡിയോ ഉള്ളത് എന്തായാലും മിസ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ ആരും മിസ് ചെയ്തത് അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അടുത്ത വീഡിയോനകത്ത് നമ്മൾ ഫുള്ള് എന്താ പറയുക, ഇതിൻ്റെ അവിടെ ചെന്നിട്ടുള്ള വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഇടണമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക, S1000RR പടയട്ടോ, നമുക്ക് അതുപോലെ പടയ്ക്കാൻ പറ്റില്ല. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യൊക്കെ കൊടുത്ത് കയറിപ്പോയി. കാരണം ഇത് ടയർ ഭയങ്കര ഒരു ടയർ ആയതുകൊണ്ട് നമുക്ക് വളവൊന്നും അങ്ങനെ പെട്ടെന്ന് വളയ്ക്കാൻ പറ്റില്ല. ഭയങ്കര പാടാണ് വളവൊക്കെ വളയ്ക്കാൻ. അപ്പോൾ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് സൗണ്ടൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയ്യൊക്കെ കൊടുത്ത് പോയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിത് ഇവിടെ കോളേജിൽ തൊട്ടടുത്ത് എത്തി. അപ്പോൾ ഇത് പിള്ളേരൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നുണ്ടോ. അപ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കായിരുന്നു. പറയല്ലേ, GoProയുടെ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം അത് കറക്റ്റായിട്ട് കാണണമെന്ന് അറിയില്ല. അപ്പോൾ എന്താ പറയുക, നമ്മൾ എല്ലാവരും തിരിഞ്ഞു നോക്കുന്നുണ്ട് വണ്ടി കാണുമ്പോൾ. പിന്നെ ഇവിടെ കുറച്ച് പേര് കാറും കൊണ്ട് നിൽക്കണ്ടായിരുന്നു. അവരൊക്കെ എന്താ പറയുക, കൈ കാണിച്ചായിരുന്നു നമ്മളെ ആ ഒരു ഇതിൽ. എന്ന് വെച്ചാൽ ഒരു അടിപൊളിയാന്ന് വെച്ചാൽ ഒരു ഉഷാറോട് കൂടിയുള്ളൊരു ഇതിൽ. അപ്പോൾ അങ്ങനെ നമ്മളിത് നേരെ കോളേജ് എത്തി. അപ്പോൾ ഈ
കാണുന്നതാണ് നമ്മുടെ നിർമ്മല കോളേജ്. അപ്പോൾ നമ്മളതിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ നമ്മളിപ്പോൾ കയറാൻ പോവാണ്. പറഞ്ഞോണം വളരെ നേരത്തെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എൻട്രി, നമുക്ക് നല്ലൊരു എൻട്രി കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ചെന്ന് കഴിഞ്ഞ് വണ്ടികളൊക്കെ വെച്ച്, കാരണം നമ്മളോട് പറഞ്ഞ സമയത്ത് നമ്മൾ എത്തണമല്ലോ. അതിനകത്തുകൊണ്ട് നമ്മൾ കറക്റ്റ് 8 മണി എന്ന് പറഞ്ഞു. നമ്മൾ ഒരു 8:05 ആയപ്പോഴത്തേക്ക് എത്തി. 5 മിനിറ്റ് നമ്മൾ ഈ പെട്രോൾ തീർന്നതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം വന്നു. അപ്പോൾ എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ എഴുതിയെടുക്കാൻ വേണ്ടി സാറുമാർ വന്നിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നത്. അവർ ഫ്രീ എൻട്രി അല്ലായിരുന്നു, പാസ് വെച്ചിട്ടായിരുന്നു. അതിനകത്തുകൊണ്ട് ഒരാളെ പോലും, ഇപ്പോൾ നമ്മളെ പോലും അങ്ങോട്ട് കടത്തി വിടാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. മീൻസ് നമ്മൾ വണ്ടിയുടെ ആൾക്കാരെന്ന് പറഞ്ഞ ഒരു ഐഡൻറ്റിറ്റി ചെയ്യാണ്ട് അങ്ങനെ കയറുമ്പോഴേ. പക്ഷേ നമ്മളോട് ചോദിച്ചു എന്തെങ്കിലും ID കാർഡോ അല്ലെങ്കിൽ പാസ് ഇതിലൊക്കെ നമുക്ക് വേണമെന്ന്. പക്ഷേ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഫേസ് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ പിന്നെ അവർക്ക് പ്രശ്നമില്ല. പിന്നെ നമ്മളങ്ങോട്ട് കടന്നു പോയി. അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതിനകത്തുകൊണ്ട് പുറത്തുനിന്നുള്ള പിള്ളേർക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 250 രൂപ ഉണ്ടായിരുന്നു പാസിന്. അപ്പോൾ അങ്ങനെ നമ്മൾ കോളേജിലെത്തി. അപ്പോൾ ഈ കാണിച്ചത് നമ്മൾ ഷോ ഒന്നല്ല, ജസ്റ്റ് ഒന്ന് അവർ അവിടെ നിന്ന് കൈ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ സൗണ്ട് കേൾപ്പിച്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ വണ്ടികൾ വയ്ക്കാൻ പോകുന്നത്. അവിടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വണ്ടികൾ നിറയും. അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയോണ്ട് നമ്മളത് കയറി ചേരണം. ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ അടുത്ത് നമ്മുടെ ചാനലിൽ വരും. എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണാം. അതിന് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് എസ്തോ സെൻറ്റാറാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഇവിടെയുള്ള ക്രൗഡിൻ്റെ വീഡിയോസും എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോനകത്ത് അപ്ലോഡ് ചെയ്യും. പിന്നെ കാറുകളിൽ മെയിനായിട്ട് നമ്മുടെ മലബാറിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാണ്ടും വീഡിയോ കാണാം, ചാനൽ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഫുൾ കാറുകളുടെയും ബൈക്കുകളുടെയും എല്ലാത്തിൻ്റെയും ടോട്ടലായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ എന്തായാലും വരും. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് വീഡിയോ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.